ഞാൻ ബിൻഷ എന്നെ വിളിച്ചപ്പോ ഇന്റർവ്യൂ വിളിച്ചപ്പോ ഞാൻ എന്താ പറഞ്ഞു, ഇവൻ ആരാന്ന് ചോദിക്കും. എന്നോട് ഞാൻ അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ടാ മാസ്ക് വെച്ചോ. പിന്നെ ഇവന് ആരാന്ന് ചോദിക്കണ ആ പൊട്ടനോട് ഞാൻ എന്താ പറയുക. ഐശ്വര്യ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയില്ല. അല്ല ഞാൻ തുടങ്ങിയിട്ടാ. ഓക്കെ, വളരെ സത്യസന്ധമായിട്ട് പറയണേ, അതിൽ ഐസ്ക്രീം തിന്നു അയാൾ അറിഞ്ഞിട്ടില്ല. അയാളെ ഫോക്കസ് റിയലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഫാന്റസിയാണ് റിയല്. പണ്ട് മഞ്ഞപ്പത്രങ്ങൾ പറഞ്ഞിരുന്ന സാധനങ്ങളാണ് ഇപ്പോഴത്തെ റിയാക്ഷൻ വീഡിയോസിൽ കുറെ പേര് ചെയ്യണത്. ഒന്ന് രണ്ട് പേര് കറുത്ത് കുറച്ച് തടിച്ച് അല്ലെങ്കിൽ അവരുടെ ഒന്നും ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞത്. ഇങ്ങനെ സൗന്ദര്യമില്ലായ്മ എന്ന് പറയുന്നത് സൗന്ദര്യമുള്ളവരും വിചാരിക്കില്ല ഒന്ന് നമുക്കും ഒന്ന് വീഡിയോയില് വരാൻ പറ്റിയിരുന്നെങ്കിൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കുട്ടിക്ക് സൗന്ദര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് കാണിക്കാൻ പറ്റുമോ? ഏട്ടൻ ഞാൻ പറഞ്ഞതാണ്, ഒരു സൈബർ അറ്റാക്കിന് തുല്യമാണ് ആ ചോദ്യം. ഈ ചോദ്യം അപ്പൊ ഞാൻ തിരിച്ച് അതാ മറുപടി പറഞ്ഞു. എന്തുകൊണ്ടാണ് ആരെ അങ്ങോട്ട് ഫോളോ ചെയ്യാത്ത ഒരാളെ മിൻഷയ്ക്ക് 4000. മിൻഷ എത്ര പേരെ ഫോളോ ചെയ്യുന്നുണ്ട്? 820. അതെന്താ 4000 പേരെ ഫോളോ ചെയ്യാത്ത? ബാക്കി 3000 പേരെ ഹേർട്ട് ആവില്ലേ? ഒരു ബിറ്റ് കരയാനുള്ള സമയം കൊടുക്കട്ടെ. ഒരു 2 മ്യൂസിക്കും കൂടി ഇട്ട് കൊടുത്തേക്ക് ബാക്ക്ഗ്രൗണ്ടില്. മിൻഷ ഇതൊന്നും ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൻഷ പറഞ്ഞു ഇത് ബിൻഷനെ പോലെ തരണം. കൊതു തട്ടിക്കളഞ്ഞു. ഞാൻ കുടിക്കുന്നതല്ല. അല്ലല്ല തട്ടിയിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ബിൻഷയ്ക്ക് അതുവരെ ഓക്കെയാണോ? വളരെ ഓക്കെയാണ്. പിന്നെ എന്തിനാണ് ബിൻഷ എന്റെ നിലപാടുകൾ റീൽസിൽ വരാൻ പറയണത്? അല്ല എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ പറഞ്ഞതിൽ പറഞ്ഞില്ലല്ലോ. ഈ റൊമാൻസ് ആണല്ലോ മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടം. മലയാളികൾക്ക് എന്റെ അഭിപ്രായത്തിൽ നല്ലത് കൊടുത്ത മലയാളികൾക്ക് ഇഷ്ടം. ഏത് നല്ലതും മലയാളത്തിൽ ഇപ്പൊ ഒരു എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും എത്ര വലിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും നല്ലത് അല്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യും. ഹായ് ഹലോ, വെൽക്കം ടു സിനിമാടെക്. ഞാൻ ബിൻഷ മോഹൻദാസ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സോഷ്യൽ മീഡിയയിൽ മാസ്ക് ഇട്ട് മാത്രം വീഡിയോ ചെയ്യുന്ന മാസിക്കയാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് മാസ്ക് ഊരാത്തത്, ഇന്ന് മാസ്ക് ഊരുമെന്നൊക്കെ നമുക്ക് ചോദിക്കാം. നമസ്കാരം. മാസ്ക് ഇന്ന് നമുക്ക് വേണ്ടി ഒന്ന് ഊരി തരുമോ അതോ എങ്ങനെയാണ്? മാസ്ക് ഞാൻ ഊരാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ഇതുവരെ അങ്ങനെ പ്ലാൻ ഇട്ടിട്ടില്ല. നല്ലൊരു പ്ലാറ്റ്ഫോമിൽ വരികയാണെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ലൈക്ക് ബിഗ് ബോസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി സിനിമയിൽ വരികയാണെങ്കിൽ അതിലൂടെ അങ്ങനെ ചെയ്യാം. തുടക്കത്തിൽ അങ്ങനെ ഒന്നും ആയിരുന്നില്ല പ്ലാൻ. പക്ഷെ അത് തന്നെ പിന്നെ മാസ്ക് തന്നെ ആൾക്കാർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ കോവിഡ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ മാസ്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഊരി കളഞ്ഞാൽ ഞാൻ മാസ്ക് ഇട്ടിട്ടില്ല. ഇല്ല ഇപ്പൊ ഞാൻ മാസ്ക് ഇടുന്നു. പിന്നെ മാസ്ക് ഊരാൻ പറയും തോറും ഇടാനുള്ള ടെൻഡൻസി കൂടുന്ന ഒരു സ്വഭാവം എനിക്ക്. നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവുമ്പോ നമ്മളിപ്പോ മാസ്ക് ഊരിയിട്ട് കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ പ്രേക്ഷകർക്കായാലും സബ്സ്ക്രൈബേഴ്സിനൊക്കെ. അപ്പോ അന്നേരം ഇതൊരു സസ്പെൻസ്. ശരിക്കും പറഞ്ഞത് ഒരു പ്രാങ്കിന്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ് മാസ്ക് അന്ന്. പിന്നീട് അത് നിരന്തരമായിട്ട് യൂസ് ചെയ്തു. പിന്നെ അത് റിമൂവ് ചെയ്യാനുള്ള ഒരു മടിയായിരുന്നു. അല്ലാതെ ഇതിപ്പോ ഈ പ്രാങ്ക് ചെയ്യുമ്പോ ആൾക്കാർ ഒരു പേടി കൊണ്ടാണോ ശരിക്കും മാസ്ക് ഇടാന്ന് വിചാരിച്ചത്, അതൊരു ചമ്മല് കൊണ്ടാണോ? ഇത് രണ്ടും ഇല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടോ? ഇത് രണ്ടിലും ഞാൻ ഏത് ചൂസ് ചെയ്താലും എനിക്ക് തന്നെ ഇത് മോശം. വേറെ ഏതെങ്കിലും ഓപ്ഷൻ പറയും. അല്ല നിങ്ങൾ തന്നെ തന്നോളൂ. നല്ല ഓപ്ഷൻ ഒന്നും കൊടുക്കൂല്ലോ ആർക്കും. അയ്യോ, നല്ല ഓപ്ഷൻ കൊടുക്കാത്തതല്ല. അല്ല പേടിയാണോ ചോദിച്ചാൽ നമ്മൾ അങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ ചെയ്യുമ്പോ പിന്നെ അവരെ ഫേസ് ചെയ്യണ്ടെന്നുള്ളൊരു പേടി ഉണ്ടാവും. പിന്നെ ചമ്മൽ, ഈ പെൺകുട്ടികളുടെ മുന്നിലൊക്കെ പോകുമ്പോ ഒരു ചമ്മലില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ പരിപാടി നിർത്തും. ചമ്മൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. മാസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന വെച്ചാൽ നമ്മൾ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതിരിക്കാം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാം അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ലായ്മ കാത്തു, ഇതൊന്നും മാറ്റർ അല്ല. ലൈക്ക് നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാം, കുറച്ചുകൂടി മുന്നോട്ട് നല്ല രീതിയിൽ പോകാം. മാസ്ക് ഊരില്ല അല്ലെ? അങ്ങനെ ശപഥം ചെയ്തിരിക്കുകയാണ്. തന്നെ കൂട്ടിക്കോളും. അല്ല ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കാണിച്ചു തരുമോ മുഖം?
ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കാണിച്ചത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ അതല്ല നല്ലത്. ഇത് എന്നെ ആരും അല്ലേ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലുക്ക് എപ്പോഴും ഭയങ്കര ഒരു ഹോളിവുഡ് നടന്റെ ഒരു ലുക്കാണ് ശരിക്കും ഈ ലുക്ക്. അതായത് കുറച്ചു നേരത്തെ ഞാൻ നിങ്ങളെ വിട്ട പോലെ തന്നെ എന്നെ എയറിലേക്ക് വിടാനാണ്. അയ്യോ അതല്ല, ആ ഒരു ലുക്കാണ്. അപ്പൊ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ ഈ മുഖവും കൂടി ഒന്ന് കാണണം, ഈ ബോഡി മാത്രം കണ്ടാ പോരാ, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? ഇതൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബോഡി ആണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലാസ് ആയിട്ട് ഡ്രസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ കളറായിട്ട് ഡ്രസ് ചെയ്യുക, അതൊക്കെ എന്റെ സ്വയം എന്റെ എന്താ പറയാ പേഴ്സണൽ ചോയ്സ്. അല്ലാണ്ട് ഇതൊന്നും മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ അല്ല മറ്റുള്ളവരെ ആ ഒരു ഇംപ്രസ് അങ്ങനത്തെ ചിന്താഗതി എനിക്കില്ല. ടു ബി ഹോണസ്റ്റ്, മിററിൽ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടണം, അല്ല എന്നാലും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് കോൺഫിഡൻസ്, അല്ലെങ്കിൽ അവര് കണ്ടെന്നെ ഇഷ്ടപ്പെടണം എന്നല്ല, നമുക്ക് ഇഷ്ടപ്പെടണം, അത് മാത്രമേ നോക്കുന്നുള്ളൂ. അല്ലാതെ ആ ഒരു കാറ്റഗറിയിൽ ഇല്ല. ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ശരിക്കും നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയാ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണല്ലോ. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ 1 മിനിറ്റ് അല്ലേ ഉള്ളൂ. അത് എപ്പോഴും ആളുകള് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. റീലില് നമ്മള് എല്ലാം കുറച്ച് ഫാന്റസി ഒക്കെ ചേർത്ത് ഒക്കെ ആയിരിക്കും ഇതാക്കുക. പിന്നെ പ്രാങ്ക് വട്ടവർ അത് അതിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുക. നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണ്ടേ. ഇന്റർവ്യൂവിൽ എപ്പോഴും അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള തക്കമായ മറുപടി പറയാ, അത്രേ ഉള്ളൂ. അല്ലാതെ റിയൽ ലൈഫിൽ ഭയങ്കര സീരിയസ് ആണോ? റിയൽ ലൈഫിൽ സീരിയസ് അല്ല, ഇന്റർവ്യൂവിൽ മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട്. ഇന്റർവ്യൂവിൽ എയർ പിടിച്ച് നിൽക്കും അല്ലേ? ഇല്ല, ഇന്റർവ്യൂവിൽ എയർ പിടിച്ചല്ല, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യണ്ടല്ലോ. അപ്പൊ ഞാനിപ്പോ എനിക്ക് നേരത്തെ 2 ഓപ്ഷൻ തന്നിട്ടൊക്കെ ആയിരുന്നു, ചളിപ്പും പിന്നെ എന്തിട്ട് ചമ്മലായിട്ടാണോ പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടുണ്ട്. രണ്ടും നമുക്ക് വളരെ നിരുത്സാഹപ്പെടുത്തുന്ന സാധനങ്ങളാണ്. അപ്പൊ അതിനൊക്കെ നമ്മൾ നേരിടണമെങ്കിൽ ശക്തമായി മറുപടി പറയണം. അതെ, ശക്തമായിട്ടുള്ള മറുപടി പറയാനാണോ ബിഗ് ബോസ് പോകാൻ ആഗ്രഹിക്കുന്നത്? ബിഗ് ബോസിൽ പോയാല് ശക്തമായി മറുപടി പറഞ്ഞാൽ ചിലപ്പോ ഞാൻ പുറത്തു വരും. അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇത് എന്റെ ടോപ്പിക് അല്ല, എന്നാൽ പോലും അതെ ഓഫ്കോഴ്സ് ഞാൻ പറയും. കാരണം ഇവിടെ ഒരു നിലപാടിനെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലല്ലോ. ഒരു നിലപാട് നമ്മൾ പറഞ്ഞാൽ അത് 2 തരത്തിലുണ്ടെങ്കിൽ പോലും ശക്തിയുള്ളവര് നിലപാടിനെ ചവിട്ടിത്തഴുത്തും അവർക്കെതിരാണെങ്കിൽ. പിന്നെ ഇവിടെ 2 നിലപാട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും നമുക്കൊരു നിലപാട് വേണമല്ലോ. നിലപാട് വേണം, അത് ഉള്ളിൽ കൊണ്ടുനടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എല്ലാവരുടെ ഉള്ളിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും, ഉണ്ടാവില്ലേ? നമ്മുടെ ഉള്ളിൽ കൊണ്ടുനടക്കുക, പുറത്ത് അത് ബിഗ് ബോസ് എന്നൊക്കെ പ്ലാറ്റ്ഫോമിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ നിലപാടുകൾ, അല്ലെങ്കിൽ വേറെ ഏത് സ്ഥലത്ത് പോയിട്ടും ഇപ്പൊ ഞാൻ റീൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോലും എന്റെ നിലപാടുകളല്ല ഞാൻ അവിടെ കൊടുക്കുന്നത്. ജസ്റ്റ് കോമൺലി എല്ലാവർക്കും ഓക്കെ എന്ന രീതിയിൽ മാത്രം കൊടുക്കാവുന്ന നിലപാടുകൾ. ഇതെന്ത് നിലപാടാ? ഏത്? ഇതെന്റെ നിലപാടാ. അല്ല, ഞാൻ പൊതുവേ പറഞ്ഞതാ, ബോധമുള്ളവർക്ക് മനസ്സിലാവും. ബോധമുള്ളവർക്ക് മനസ്സിലാവുന്നല്ല, ഈ പൊളിറ്റിക്സ് അല്ല, കാണുന്നവർക്ക് എന്തായാലും അതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ എന്തായാലും കിട്ടുന്നുണ്ടാവും. കാരണം കറണ്ട് ടോപ്പിക്സിലും ആണെങ്കിലും പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഡീകോഡ് ചെയ്തെടുക്കണത് അവരെ മിടുക്ക്, ഇല്ലാത്തവരത് കണ്ട്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ എന്താ ഒരു നിലപാടുള്ളത്? എനിക്കോ? ആരാണെങ്കിലും നാട് നന്നാവണം. നാട് നന്നായാലും നമുക്ക് നല്ലതുള്ളൂ. ആരായാലും അത്ര ഉള്ളൂ. നിങ്ങൾക്കോ? എനിക്കും അത്ര തന്നെ. എന്ത് നാട് നന്നാവണതിന് സുഖമില്ലല്ലോ, സന്തോഷമില്ല. നാട് നന്നാവണം, അതിന് ഭരണകർത്താക്കളും നന്നാവണം. ഓ, അതിന് എന്താണ് ചൂട് വെച്ചിട്ടുള്ളത്? എല്ലാ ചൂടുകളും വെച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സർക്കാർ. ഞാൻ ചോദിച്ചത് ചേച്ചി എന്ത് ചെയ്യണ്? ഞാൻ ചേച്ചി സ്നേഹം കൊണ്ട് വിളിച്ചാണ്ടാ. നീ പറഞ്ഞോ. ഇത് കട്ട് ചെയ്യണോ? ഇത് കട്ട് ചെയ്യാം 2 വട്ടം കട്ട് ചെയ്തേക്കിട്ടാ. 2 വട്ടം ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്, ചേച്ചിന്ന് വിളിച്ചപ്പോ അയ്യോന്നും പറഞ്ഞിട്ടുണ്ട്. അത് കട്ട് ചെയ്തേക്ക്. ഞാൻ ഇക്കാന്ന് വിളിക്കുമ്പോ ചേച്ചി ഭയങ്കര ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട്, അങ്ങനെയാണല്ലോ അതില്. അപ്പൊ ഈ എന്താ പറയാ, എപ്പോഴും നമ്മൾ ഈ പ്രാങ്ക് ആണ് ചെയ്യുന്നത്, അതും ഈ പെൺകുട്ടികളുടെ അടുത്ത് പോയിട്ടുള്ള വീഡിയോ അധികം ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ഇങ്ങനെ നല്ല നിലപാടുകളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നില്ല? സമൂഹത്തിൽ നല്ല എന്താ പറയാ, സമൂഹത്തിന്റെ ഉന്നമനത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ സംസാരിച്ചുകൂടെ? നേരത്തെ പറഞ്ഞത് ഇതിനായിട്ട് കണക്ട് ചെയ്യാണ്. അതില് പറഞ്ഞത് വീണ്ടും മനസ്സിലായിട്ടില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എന്നെ, അല്ലേ? അതായത് ഞാൻ പറഞ്ഞത് ഇത് കേട്ടിട്ട് തലവേദന വരാൻ പാടില്ല, മെല്ലെ പറഞ്ഞുതരാം. ഓക്കെ, അതായത്
നമുക്കൊരു നിലപാടുണ്ടെന്ന് വിചാരിക്കാം. ആ നിലപാട് ഞാൻ റീലിലേക്ക് കൊടുക്കുന്നില്ല എന്നാ പറഞ്ഞേ. അതെ അതെ, അത് എന്തുകൊണ്ട് കൊടുത്തുകൂടാന്നാ ഞാൻ ചോദിച്ചത്. ഇപ്പോഴും പറഞ്ഞത് തന്നെ തിരിച്ചു പറയുന്നത് മനസ്സിലായില്ല അല്ലെ? മനസ്സിലായി. ബിൻഷിക്ക് ഞാൻ സ്ലോ മോഷനിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ. നമ്മളൊരു നിലപാട് ഇപ്പൊ കൊടുത്തെന്ന് വിചാരിക്കുക. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ആളുകൾ ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് വലിയ ആളുകൾക്കെതിരെയാണ് ഒരു നിലപാട് പറഞ്ഞതെന്ന് വെച്ചാൽ ആ നിലപാടും ഞാനും അടിച്ചമർത്തപ്പെടും. ഇതാണ് പറഞ്ഞത്. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? നിലപാടുള്ളവർ അടിച്ചമർത്തപ്പെടും, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയില്ലേ? ബിൻഷിക്ക് അതുവരെ ഓക്കെയാണോ? ഓക്കെയാണ്, വളരെ ഓക്കെയാണ്. പിന്നെ എന്തിനാണ് ബിൻഷി എന്റെ നിലപാടുകൾ റീൽസിൽ വരാൻ പറയണത്? അല്ല, എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്യാറുണ്ടല്ലോ. റിയാക്ഷൻ വീഡിയോസിനെതിരാണ് ഞാൻ, പക്കായിട്ട് എതിരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തുടക്ക സമയത്തില് ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീല് ചെയ്യുന്ന എനിക്കോ അതിൽ കൂടെയുള്ള ആൾക്കോ ഇല്ലാത്ത അർത്ഥങ്ങൾ, ഇല്ലാത്ത പ്രശ്നങ്ങൾ റിയാക്ട് ചെയ്യുന്ന ആളുകൾ അവരുടെ രീതിയിൽ പറഞ്ഞ് അത് റീച്ച് ഉണ്ടാക്കുന്ന സ്വഭാവം. അപ്പൊ അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ അഭിനയിച്ച ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ കൂടെ പങ്കെടുത്ത ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രാങ്കിൽ ഉൾപ്പെട്ട ആൾക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഈ റിയാക്ട് ചെയ്യുന്നവര് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വലിച്ചു കീറി ആ സന്തോഷം തന്നെ ഇല്ലാതെയാക്കിക്കള്. ഇപ്പൊ ഞാൻ ബിൻഷയുടെ കൂടെ ഒരു റീല് ചെയ്യണു. ബിൻഷ നടന്നു വരുന്നു, ഞാൻ നടന്നു വരുന്നു, ബിൻഷയ്ക്ക് ഒരു പൂ കൊടുക്കുന്നു. ബിൻഷ പൂവ് വാങ്ങി ചിരിച്ചിട്ട് പോവാണ്. ബിൻഷയ്ക്ക് സന്തോഷം, പൂ കിട്ടി, അവര് ചേട്ടൻ തന്നു, അങ്ങനെ ആയിരിക്കും. ഞാൻ എന്താ ഒരു നല്ല റീല് കിട്ടി, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി റീച്ച് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ എന്ത് തോന്നിവാസം ചെയ്യാറില്ല ഞാൻ. വളരെ മാന്യമായ രീതിയിൽ 1 മിനിറ്റിൽ എന്താണോ സൂട്ടബിൾ ഞാൻ എപ്പോഴും അങ്ങനെ ആഗ്രഹിക്കാറ്. ഓക്കെ, അപ്പോ അങ്ങനെ ബിൻഷ കിട്ടി, എനിക്കൊരു വീഡിയോ കിട്ടി, ഞാൻ വീഡിയോ ഇട്ട്, ഞാൻ ആഴ്ചയിൽ 1 വീഡിയോ 2 വീഡിയോ അങ്ങനെ മാക്സിമം, അല്ലാണ്ട് ഡെയിലി 2 ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല. ബിൻഷ കഴിഞ്ഞു, വീഡിയോ ഇറങ്ങി, റീച്ചായി, വൈറലായി, ലൈക്കായി, ഷെയറായി. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ കസാരയിൽ ഇരുന്നിട്ട് സമൂഹത്തിന്റെ ഒരു പോക്ക്, എവിടുന്നോ വന്നൊരുത്തി പൂവൊക്കെ വാങ്ങി, ഇവൾക്കൊന്നും സംസ്കാരം ഇല്ലേന്ന് ഒരാൾ റിയാക്ട് ചെയ്യണ്. ഇത് ബിൻഷയുടെ അമ്മാവൻ കാണുന്നു. അമ്മാവൻ അത് വാട്സപ്പ് ഗ്രൂപ്പിലിട്ട്. ബിൻഷയ്ക്ക് എങ്ങനെ കോള് വരാ? നെഗറ്റീവായിട്ടാ വരിക അല്ലേ? ബിൻഷയുടെ ഹാപ്പി പോയാ തീർച്ചയായും പോകും. ഇതാണ് ഇപ്പൊ കുറച്ച് റിയാക്ടേഴ്സിനോടുള്ള നമുക്കുള്ള വിഷമം. അവര് പോസിറ്റീവായിട്ട് ആ ഒരു സെൻസിൽ എടുത്താ പോരെ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് അവരുടെ ഒരു കണ്ടന്റ് ആണ്. അല്ല, ഞാൻ ഇതിനെതിരെ സംസാരിച്ചിട്ടില്ലല്ലോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാന്ന് ഞാൻ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് താല്പര്യമില്ല എന്ന്. അല്ലാതെ ഇവർക്കെതിരെ ഞാൻ ഒരു റീല് ചെയ്യോ, എന്തിന് റിയാക്ഷൻ വീഡിയോ നിർത്തണം എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? ഇല്ല. ഞാൻ പറഞ്ഞു നമുക്ക് പേഴ്സണലി താല്പര്യമില്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ മാസികയുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിനോടാണോ താല്പര്യമില്ലാത്ത മറ്റുള്ളവരുടെ? എന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തവരെ എല്ലാവരുടെ അടിയിൽ പോയി ഞാൻ കമന്റ് ഇട്ടു. എന്താണ് കമന്റ് ഇട്ടത്? അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ റിയാക്ഷൻ വീഡിയോ രോഷാകുലനായിട്ടാണോ ഇട്ടത്? എങ്ങനെയാണ്? വളരെ കൂളായിട്ട്. ഇപ്പൊ ബിൻഷ എന്നെ വീഡിയോ റിയാക്ട് ചെയ്തു, ഞാൻ എന്താ ഇടാ? വാവ് നൈസ്. യാതൊരു വിരോധവും ഞാൻ കാണിക്കാറില്ല, പ്രകടിപ്പിക്കാറില്ല. അവരെ കാര്യങ്ങളായിട്ട് പോട്ടെ, നമ്മളെല്ലാം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില ആളുകള് ആ റെസ്പെക്റ്റിനെ എന്താ ചെയ്യണേ? ബിൻഷ പറയൂ. റെസ്പെക്റ്റിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ബിൻഷ തന്നെ ദുരുപയോഗം ചെയ്യണമെന്ന് പറഞ്ഞേ? ബിൻഷക്ക് പറയൂ. ബിൻഷ അങ്ങനെയാണ് ബിൻഷ പറയണത്. അപ്പൊ നമുക്ക് അതിൽ തന്നെ യോജിക്കാം, ഞാനും യോജിക്കുന്നു. പക്ഷേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് ഇതൊരു പാഠം ആയിക്കട്ടെ. റെസ്പെക്ട് ചെയ്യുന്നവരെ ദുരുപയോഗം എല്ലാ രീതിയിലും അല്ല, അത് ഓരോ കോണ്ടസ്റ്റ് അനുസരിച്ചിട്ട് മാറും. അത് കോണ്ടസ്റ്റ് അനുസരിച്ച് മാറും. ഇപ്പൊ നല്ലതാണ്, ഇപ്പൊ ഒരാൾ മോശം ചെയ്താൽ അത് നമുക്ക് എടുത്ത് റിയാക്ട് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. ആ വീഡിയോ എടുത്തിട്ട് അതിനെ വലിച്ചു കീറാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷെ അത് മാസികയുടെ വീഡിയോയിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ല ഏത് വീഡിയോ റിയാക്ട് ചെയ്ത്, ഞാൻ പറഞ്ഞില്ല. അത് അവരുടെ ചില വീഡിയോസ് നമ്മൾ പോലും അറിയാത്ത അർത്ഥങ്ങളിലേക്ക് ഇവർ കൊണ്ടുപോകുന്നുണ്ട്. അതാണ്. അതെല്ലാത്തിനും 2 വശങ്ങളുണ്ടല്ലോ. അപ്പൊ ആ ഒരു 2 വശമല്ല, ഇൻഫിനിറ്റി വശങ്ങളുണ്ട്. ശരിയല്ലേ? 2 വശം മാത്രമാണോ? ബിൻഷ പറഞ്ഞു ഫുള്ള് തെറ്റാന്നുള്ള ബിൻഷ പറയണേ. അല്ല, ഒരു തെറ്റും, ഒരു നാണയത്തിന് 2 വശമുണ്ടല്ലോ. ഒരു നാണയത്തിന് 2 വശം ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു കണ്ടന്റിന് നമുക്ക് എത്ര വശം വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ശരിയല്ലേ? പക്ഷെ ഞാൻ ഒരു കണ്ടന്റിന് എത്ര വശം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. 2 രീതിയിലുള്ള വശം. അത് ഞാൻ യോജിക്കില്ല. എന്റെ അഭിപ്രായം അങ്ങനെയാണ്. എന്റെ അഭിപ്രായം അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ഏതായാലും നമ്മുടെ വീഡിയോ ആൾക്കാരെടുത്ത് വലിച്ചു കീറുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടൊരു വേദന ഉണ്ടാവും. അതിന്റെ ആ ഒരു വിഷമോ ഞാൻ വിഷമോ
അതെങ്ങനെ വിഷമാവാണെങ്കിൽ അതിന് ഇത് റിയാക്ട് ചെയ്യണം. ഇപ്പൊ ബിൻഷയുടെ വീഡിയോ എടുത്തിട്ട് ഞാൻ റോസ്റ്റ് ചെയ്യണം വിചാരിക്കും, ഫണ്ണായിട്ട് എടുക്കുള്ളൂ അല്ലേ? ഫണ്ണായി എടുക്കുന്ന എത്രയോ പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ മുഖ്യമന്ത്രിയുടെ എല്ലാരെയും നമ്മളെടുത്ത് മുഖ്യമന്ത്രിനെ വലിച്ചിടല്ലേ? മുഖ്യമന്ത്രിനെ വലിച്ചിടല്ലേ? മുഖ്യമന്ത്രിനല്ല, മുഖ്യമന്ത്രി മുഖ്യമന്ത്രി രാഷ്ട്രീയ നേതാക്കളെയൊക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോ ഭയങ്കര നേതാക്കളെ പേര് പറയണം പറ്റുമോ? നേതാക്കളെ പേര് പറയാൻ പറ്റുമോ? പണ്ടെത്രയോ നമ്മൾ പണ്ടത്തെ കാര്യമല്ല, ഇപ്പോഴത്തെ കാര്യം ഉമ്മൻചാണ്ടി, പിന്നെ എന്താ പറയാ നമ്മുടെ പിണറായി വിജയനെ, പിന്നെ വലിയൊരു ന്യൂസ് ചാനൽ ചർച്ചയാക്കി മാറ്റിരിക്കുക. എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് ന്യൂസ് ചാനൽ ചർച്ചയല്ല ഇത്. ഈ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഞാൻ കാര്യം പറയട്ടെ, എനിക്ക് എന്തെങ്കിലും പേഴ്സണലി വിഷമം ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ ഒരു വിഷമത്തിന്റെ പേരിൽ ഒരിക്കലും പറയാം. ഞാൻ പൊതുവെ റിയാക്ടേഴ്സ് ചെയ്യുന്ന ചില റിയാക്ടേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരുടെ വലിയ റീച്ചിന് വേണ്ടി പണ്ട് മഞ്ഞപത്രങ്ങൾ പറഞ്ഞിരുന്ന സാധനങ്ങളാണ് ഇപ്പോഴത്തെ റിയാക്ഷൻ വീഡിയോസിൽ കുറെ പേര് ചെയ്യണത്. ഒന്ന് രണ്ട് പേരൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. ആ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കണ്ട. വളരെ വളരെ ലളിതമായി ഞാൻ പറയാം, അതിന്റെ ആവശ്യമില്ല. ഞാൻ ആരുടെയും പേരെടുത്ത് പറയാനോ ഞാൻ ആരുടെയും മെൻഷൻ ചെയ്യാൻ ഞാൻ താല്പര്യം. ഞാൻ ആർക്കെതിരെയും ഒന്നും ചെയ്തിട്ടുമില്ല, ഒന്നും ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഞാൻ എന്റെ കാര്യങ്ങളായിട്ട് പോകും. അതിപ്പോ എന്നെ വിഷമിപ്പിച്ചാലും എന്റെ ഇതാണെങ്കിൽ ഞാൻ എന്റെ വഴിയിൽ പോകുന്നതാണ്. ഒരു താല്പര്യമില്ല, ഒരു കമന്റിലും ആരെയും ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല. ആർക്കും നമ്മൾ അരി വാങ്ങണമെങ്കിൽ വാങ്ങിക്കോട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയാണ്. നമ്മളിലൂടെ അരി വാങ്ങുവാണെ വാങ്ങിച്ചോ. അങ്ങനെയല്ല, നമ്മൾ അരി കൊടുക്കാനൊന്നും ആയിട്ടില്ല. നമ്മളുടെ വീഡിയോ ചെയ്തിട്ട് അവർക്ക് റീച്ച് ഉണ്ടാകുമ്പോഴാണല്ലോ പൈസ കിട്ടൂ. ഇതൊക്കെ ചിലപ്പോ അരിയൊന്നും കിട്ടുന്നുണ്ടാവില്ല, മനസ്സിലായ? നമ്മളെല്ലാരും ഇപ്പൊ ഈ യൂട്യൂബർ എന്ന് പറയുമ്പോഴേക്കും കോടികൾ വരണമെന്ന് ചിന്താഗതി ഉണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ, വളരെ തെറ്റിദ്ധാരണ. ചിലവരൊക്കെ വെറുതെ സന്തോഷത്തിന്റെ പേരിൽ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം. ഞാൻ കണ്ടിട്ടുണ്ട് 200-300 വ്യൂസ് ഉള്ളവരൊക്കെ കിടന്ന് പ്രസംഗിക്കണത്. അല്ല, അത് അവരുടെ താല്പര്യ. ഇപ്പൊ ബിൻസിക്ക് എത്ര വ്യൂസ് ഇട്ടുണ്ട്? എനിക്ക് എത്ര ഉണ്ട്? 1 ലക്ഷം ഉണ്ട്. ബിൻസി അടിച്ചു വിടില്ലേ? നല്ല തള്ളുകൾ. ഞാൻ തള്ളന്നല്ല, ഞാൻ ഇന്റർവ്യൂ ചെയ്യാ ചെയ്യുന്നേ. അതൊക്കെ പോട്ടെ, ഇല്ലേ നല്ല രീതിയിൽ സംസാരിക്കില്ലേ? അതെന്താണ്. അപ്പൊ അതില്ലാത്തവരും ഉള്ളവരും ഒക്കെ തുടക്കക്കാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇനി ആരെങ്കിലൊക്കെ വലിയ ഈ വീഡിയോസ് കാണുമ്പോ ഇപ്പൊ സ്വാഭാവികമായിട്ടും 1 മില്യൺ ഉള്ള ഒരാള്, ഞാൻ അയാളുടെ പല പേജുകളിൽ അയാളുടെ വീഡിയോസ് വരുമ്പോ ഇവൻ ആരാ, ഇവൻ ഏതാന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. 1 മില്യൺ ഉള്ള ആളുടെ അടിയില്. അപ്പൊ ഞാൻ ബിൻഷ എന്നെ ഇന്റർവ്യൂ വിളിച്ചപ്പോ ഞാൻ എന്താ പറഞ്ഞത്? ഇവൻ ആരാന്ന് ചോദിക്കും. എന്നോട് സ്വാഭാവികമായിട്ട് ചോദിക്കും. പ്രത്യേകിച്ച് മാസ്കും വെച്ചിട്ടുണ്ട്. ഞാൻ അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ടാ മാസ്ക് വെച്ചത്. പിന്നെ ഇവനെ ആരാന്ന് ചോദിക്കണ ആ പൊട്ടനോടൊക്കെ ഞാൻ എന്താ പറയാ? വളരെ വളരെ ഞാൻ എന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് ഞാൻ എന്റെ കാര്യങ്ങൾ പേഴ്സണൽ ലൈഫ് സെപ്പറേറ്റ് കണ്ടന്റുകൾ കാണുക, കണ്ടന്റ് എൻജോയ് ചെയ്യുക, അത്ര ദാറ്റ്സ് ഇനഫ്. കണ്ടന്റ് ജസ്റ്റ് ഒരു എന്റർടൈനിങ്ങിന് വേണ്ടി മാത്രമാണ് മാസിക ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രാങ്ക് വീഡിയോ ചെയ്യുമ്പോൾ പെൺകുട്ടികളെ മാത്രം എന്തുകൊണ്ടാണ് കോൺസെൻട്രേറ്റ്? ഞാനൊരു ചോദിക്കുന്നു, ബിൻഷ ഒരു പെൺകുട്ടിക്ക് പൂ കൊടുത്തിട്ട് പെൺകുട്ടീനെ കറക്കിയിട്ട് കെട്ടിപ്പിടിച്ച അല്ലെങ്കിൽ വലിച്ചു കൊണ്ടുപോകുമ്പോ അത് കാണുമ്പോ എന്താ ആൾക്കാർക്ക് തോന്നും? കാണുമ്പോ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഇപ്പൊ പിന്നെ ലെസ്ബിയൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ബിൻഷയ്ക്ക് മനസ്സിലായി കാര്യം. ഇപ്പൊ ഞാനൊരു ചെക്കനെ കെട്ടിപ്പിടിച്ച് കറക്കിയാൽ എന്താ തോന്നുക? ഗേ ആണെന്ന്. ബിൻഷ നമുക്ക് സ്വാഭാവികമായിട്ടും എന്താ ചെയ്യേണ്ടി വരാ? പെണ്ണുങ്ങളെടുത്ത് പക്ഷെ പെണ്ണുങ്ങളെടുത്ത് പോവാണെങ്കിൽ കൂടി സോ കോൾഡ് മലയാളികൾ പറയുന്ന ഭയങ്കര സൗന്ദര്യമുള്ള ക്യൂട്ടായിട്ടുള്ള പെൺകുട്ടികളെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിൽ എന്തർത്ഥമാണല്ലോ? അത് എന്തുകൊണ്ടാണ്? എനിക്കറിയില്ല ബിൻഷ. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ബിൻഷ എന്തുകൊണ്ടാണ് അത് പോയിന്റ് ഔട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് വന്ന് മുന്നിൽ പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഇതിന് മുന്നൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാവർക്കും സൗന്ദര്യമുണ്ട് ഓരോ രീതിയിൽ. ഇപ്പോ നിങ്ങളൊരു നൈജീരിയയിൽ ഒരു സിനിമ എടുക്കുന്നു, അവിടുത്തെ നായകൻ അവിടുത്തെ ആൾക്കാരെ രക്ഷിക്കണ ഒരു സീൻ, നിങ്ങൾ എന്താ ചെയ്യാ? നായകനെ ഇവിടുന്ന് കൊണ്ടുപോവോ? ഇല്ല. കൊണ്ടുപോവോ? എന്തുകൊണ്ടാ? അവിടുത്തെ നായകനും നായികയാണല്ലോ നമ്മൾ വേണ്ടത് അല്ലെ? ഓരോ സാധനത്തിനും ഓരോ കാര്യങ്ങളുണ്ട്. സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ആ സൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുക. ഓക്കെ, അതല്ല സ്യൂട്ടബിൾ ആയിട്ട്. ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് അല്ലാത്ത പെൺപിള്ളേര് കുറച്ച് കറുത്ത് കുറച്ച് തടിച്ച് അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ലാത്ത ഒരുപാട് അവരുടെ ഒന്നും ഒരിക്കൽ പോലും വീഡിയോ ചെയ്തിട്ടില്ല. അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞ ബിൻഷ. കാരണം ഞാൻ ഡേഞ്ചർ ആയിട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ,
അതെങ്ങനെ സൗന്ദര്യം ഇല്ലായ്മ എന്ന് പറയണേ? സൗന്ദര്യം ഇല്ലായ്മ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അവരെ തെരഞ്ഞു പിടിച്ച് അല്ലല്ല ആര് തെരഞ്ഞു വീഡിയോ പിടിച്ചു? ചെയ്യുന്നില്ല. ബിൻഷ, ഞാൻ വീഡിയോ എൻഡ് ചെയ്തിട്ടില്ല. ഞാൻ എന്റെ വീഡിയോ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, എൻഡ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ബിൻഷ പറഞ്ഞ പോയിന്റിലേക്കൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. ബിൻഷ ഈ പറയുമ്പോ ലൈക്ക് ഞാൻ എന്തോ വലിയ ഞാൻ റഷ്യന്ന് മോഡൽസിനെ ഇറക്കിയിട്ടൊന്നല്ല വീഡിയോ ചെയ്യണേ. നമ്മളെ നാട്ടിലെ സാധാരണക്കാരായ പിള്ളേരെ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ വീഡിയോ ചെയ്യണം. പിന്നെ ബിൻഷി പറഞ്ഞ കാറ്റഗറിയിൽ ഒന്നും സൗന്ദര്യം ഇല്ലായ്മ പറയാനേ പാടില്ല. സൗന്ദര്യം ഇല്ലായ്മ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനിപ്പം ഞാനിപ്പം മാസിക്കാന്ന് പറഞ്ഞിട്ടുള്ള പേജ് ഞാൻ കാണിക്കുവാണെങ്കിൽ, ഇന്ന് മുതല് തുടങ്ങിയപ്പോ മുതലുള്ള വീഡിയോ ഞാൻ കാണിക്കുവാണെങ്കിൽ അതിൽ എത്ര പെൺപിള്ളേരുണ്ടാവും ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് നിറം കുറഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് നിറം കുറഞ്ഞിട്ട് ഞാൻ ശ്രദ്ധിക്കണില്ലാന്ന് ബിൻഷ പറയുന്നത്. അങ്ങനെയുള്ളവരും വിചാരിക്കില്ല ഒന്ന് നമുക്കും ഒന്ന് വീഡിയോയിൽ വരാൻ പറ്റിയിരുന്നെങ്കിൽ. ഞാനൊരു കാര്യം പറയട്ടെ, ബിൻഷി പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ, അങ്ങനെ കാറ്റഗറൈസ് ചെയ്താൽ മാത്രമല്ല ബിൻഷ ഞാൻ ഇങ്ങനെ അയ്യോ അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് പറയാ. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അത് മാത്രല്ല, ഈ ബിൻഷ പറഞ്ഞ കാറ്റഗറിയിൽ അതിൽ ഇല്ലേ ഉണ്ടോന്ന് പോലും ഇല്ല. ഞാൻ ഒരുപാട് വീഡിയോ എടുത്ത് നോക്കി, ഇതുവരെ അങ്ങനെ ഒരു ബിൻഷ അപ്പൊ ഇതാണോ ഫോക്കസ് ചെയ്യണം? ഒരു പേജിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളുണ്ടോ, ഇങ്ങനെയുള്ള കുട്ടികളുണ്ടോ, ബി പോസിറ്റീവ് ഉള്ള കുട്ടികൾ അതിലുണ്ടോ, ഓ നെഗറ്റീവ് ഇല്ല. ഞാനൊരു കമന്റ് തന്നെ, കാണാൻ കൊള്ളാവുന്ന പിള്ളേരെ മാത്രം തൂക്കുന്ന ഇതിനു മുകളിൽ വേറെ ഒരാളെ വെക്കാനുണ്ടെങ്കിൽ വെക്കാമോ എന്ന് കമന്റ് ഇട്ട എന്റെ കൂട്ടുകാരനാ. ആയിക്കോട്ടെ, പക്ഷെ അതിനൊരു ലൈക്ക് ഉണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് ലൈക്ക് ഉണ്ടായിക്കോട്ടെ, മോശമായിട്ട് പറഞ്ഞല്ലോ. അതൊന്നും പ്രശ്നമില്ല. ഞാൻ ഇതൊരു ആർഗ്യുമെന്റ് ആയിട്ടല്ല പറയണത്. കമന്റുകളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ ജീവിതം എങ്ങോട്ട് പോകുന്നു ബിൻസിക്ക് പോലും അറിയില്ല. ശരിയാണല്ലേ? അല്ല, ആ കമന്റ് ഒന്നും ഞാൻ ബോധയുടെ കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ എന്താ പറഞ്ഞ ഇതിന് മേലെ വെക്കൂ എന്നാണ് പറഞ്ഞത്. ഞാനാണോ പറഞ്ഞത്? അല്ല, ഒരു കാഴ്ചക്കാർക്ക് പല അഭിപ്രായല്ലേ. ഇപ്പൊ ബിൻഷയുടെ അഭിപ്രായം ബിൻഷ പറഞ്ഞു, അവന്റെ അഭിപ്രായം അവൻ പറഞ്ഞു. ബാക്കി എന്തോരം വേറെ കമന്റ്സ് ഉണ്ട്, ശരിയല്ലേ? പിന്നെ ഇനിയിപ്പോ ഞാൻ ബിൻഷയ്ക്ക് വേണ്ടിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ബിൻഷ പറഞ്ഞു ഇത് ബിൻഷനെ പോലെ തരണം, കൊതു തട്ടിക്കളഞ്ഞു. അല്ലല്ല, തട്ടിയിട്ടുണ്ട്, അത് തട്ടിക്കളഞ്ഞു. ഇനി ഞാൻ വേറെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഞാൻ ബിൻഷ പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ദേ ഈ കുട്ടിക്ക് സൗന്ദര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് കാണിക്കാൻ പറ്റുമോ? ബിൻഷയ്ക്ക് മനസ്സിലായോ? ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് പറയാണ്, എനിക്ക് ഈ കുട്ടിക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞാ അത് ഒരാളെ ഹേർട്ട് ചെയ്യണതിന് തുല്യല്ലേ. ഇതില് എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് എനിക്ക് മറ്റൊരാളിലേക്ക് അയ്യോ ഞാൻ ഇങ്ങനൊന്നും അല്ല എന്ന് പ്രൂവ് ചെയ്യാനോ എനിക്ക് പറ്റില്ല. നിങ്ങൾ എന്നെ ഇന്റർവ്യൂ വിളിച്ചിട്ട് നിങ്ങൾ എന്നോട് പറയാണ് നിങ്ങൾ വെറും കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ മാത്രം എടുക്കണുള്ളൂ എന്ന് പറയുമ്പോ അത് എന്റെ മൊത്തം വീഡിയോ കരിയറിനെയാണ് അത് എഫക്ട് ചെയ്യണം. അല്ല, ഞാനത് ഒരു കാണുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ആ ചോദ്യം തന്നെ തെറ്റാണെന്നാണ് ഞാൻ അങ്ങോട്ട്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ എനിക്കത് ഒരിക്കലും തെറ്റായിട്ട് തോന്നിയില്ല. അല്ല, കാരണം അത് ബിൻഷയ്ക്ക് തോന്നില്ല. കാരണം ബിൻഷയാണ് ചോദിക്കണത്, ഞാൻ പറയണ ഞാൻ പറഞ്ഞതാണ്. അത് എനിക്കെതിരെ വന്ന ഒരു സൈബർ അറ്റാക്കിന് തുല്യമാണ് ആ ചോദ്യം. അപ്പൊ ഞാൻ തിരിച്ച് അതാ മറുപടി പറഞ്ഞ. എല്ലാ കുട്ടികൾക്കും സൗന്ദര്യമുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഏതൊരു വ്യക്തിയാണെങ്കിലും കൂടെ നിന്ന് എന്നോട് സംസാരിക്കാൻ അറിയാം, വീഡിയോ കണ്ടിട്ടെന്ന് പറഞ്ഞാൽ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് വിടുന്ന ആൾക്കാർ തന്നെയാണ് ഞാൻ. ഇനി ആ സ്റ്റോറീസും ഹൈലൈറ്റും നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ എടുത്തു നോക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരുടെ പേജ് ജസ്റ്റ് ഒന്ന് ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നിയ കാര്യം അതൊന്നും കുഴപ്പമില്ല, തോന്നിയതുപോലെ ഇരുന്നോട്ടെ. അല്ല എന്ന് വെച്ചാൽ ഇതിലെന്താ പറയാ, ഇപ്പൊ ഏത് പെൺകുട്ടിയായാലും ഇങ്ങനെയുള്ള കുറച്ച് സൗന്ദര്യമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇതുപോലെയുള്ള ഞാൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അത് ക്യാമറയിൽ കാണിച്ചത്. ആ ഫോക്കസ് ചെയ്തത് തണ്ണിമത്തനെ തണ്ണിമത്തന് ഇത്തിരി ഭംഗി കൂടി എന്ന് പറഞ്ഞിട്ട് തണ്ണിമത്തന് ഭംഗിയുള്ളതുകൊണ്ടാണ് ഞാൻ അതിന്റെ തടിയിൽ വെച്ചത്. അങ്ങനെയുള്ള ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അപ്പം ഇപ്പൊ ഈ ഒരു വീഡിയോ ആണെങ്കിൽ 10 മില്യൺ അധികം ആൾക്കാർ കണ്ടതാ. ശരിക്കും ഇങ്ങനെ ഇതുപോലെയുള്ള കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള വേഷം ധരിക്കും. ആ 10 മില്യൺ അടിച്ച വീഡിയോ കേറാനുള്ള മെയിൻ റീസൺ, ആ വീഡിയോയിൽ നടന്നു വരുന്നൊരു ചേട്ടനുണ്ട്. ആള് ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് അറിയാതെ ഐസ്ക്രീം തിന്നു വരികയാണ്. ഓക്കെ, വളരെ സത്യസന്ധമായിട്ട് പറയണെങ്കിൽ അയാൾ ഐസ്ക്രീം തിന്നു വരിക. അയാൾ അറിഞ്ഞിട്ടില്ല. അയാളെ ഫോക്കസ് ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യണ സമയത്ത് ആളെ കട്ട് ചെയ്യായിരുന്നു. അത് വേണ്ട, ഞങ്ങളുടെ റൊമാൻസ് നടക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ നടക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ മുഖത്തോട്
ചെയ്തില്ലല്ലോ ആള് നടക്കണത്. അതിലെ കമന്റ് സെക്ഷൻ എന്തുകൊണ്ട് വായിച്ചില്ല? ആ ചേട്ടൻ സൂപ്പർ സ്റ്റാർ ആരെങ്കിലും ആണോ? ഒരു കോമൺ മാൻ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു. ആ ചേട്ടൻ റീല് തൂക്കിന്ന് പറഞ്ഞു ഒരുപാട് ട്രോൾ പേജുകൾ ആളെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഹാപ്പി ആയിട്ട് അതിനെല്ലാം ലൈക്ക് അടിച്ച് ഞങ്ങൾ അത് വരവേറ്റു. ഞങ്ങൾക്ക് അറിയായിരുന്നു. ഓക്കെ, അപ്പോ ഒരാളെ ഫോക്കസ് ചെയ്യണു അല്ലെങ്കിൽ ഒരു സ്ത്രീനെ ഫോക്കസ് ചെയ്യുന്നു അങ്ങനെ ഒന്നും അല്ല. ഏത് 13 മില്യൺ ഉള്ള ഇത് ഒന്ന് ഫുള്ള് കണ്ടേ? ഫുള്ള് കണ്ടതാണ് ഞാൻ. ഫുള്ള് കണ്ടതാണ്. ഫുള്ള് കണ്ട ആളാണ്. കണ്ടിട്ടാണ് ഫുള്ള് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഒരു കുഴപ്പമില്ല. ഇതിന് എനിക്ക് പറയാനുണ്ട് മറുപടികൾ. ഞാൻ വായടച്ച് പോകാൻ വന്നതല്ലല്ലോ. ഇതില് അത് വീഡിയോ പ്ലേ ചെയ്യുമ്പോ ഒരു ചേട്ടനെ അതിൽ കൂടെ കയറി വരുന്നുണ്ട്. കണ്ടായിരുന്നോ? ചേട്ടനുണ്ട് ഇല്ലേ? ലാസ്റ്റ് ആ ചേട്ടൻ വരുന്നത്. ലാസ്റ്റ് എന്റെ ലാസ്റ്റ് സിനിമയാണോ? റീലാണ്. ഇറ്റ്സ് എ റീൽ. അതായത് ഒരു 30 സെക്കൻഡിൽ ആള് വരുന്നുണ്ടാവും ഇല്ലേ? കാരണം കൂടിപ്പോയ 90 സെക്കൻഡിന്റെ ഉള്ളിൽ നമ്മൾ റീല് ഫിനിഷ് ചെയ്യും. ശരിയാണോ അല്ലേ? പക്ഷേ എല്ലാം ശരി തന്നെ, റീച്ചായി, ആ ഭാഗം കൂടി റീച്ചായി. പക്ഷെ ഈ ഒരു പേജ് നോക്കുമ്പോ ഇപ്പൊ ഏതായാലും എല്ലാം ഭയങ്കര ഭംഗിയുള്ള പിള്ളേര്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് അങ്ങനെ സെലക്ട് ചെയ്യുന്നത് ഫ്രണ്ട്സ് ആണോ അതോ റാൻഡം ആണോന്ന് ചോദിച്ചേ. ഇപ്പോഴും ഞാൻ പറയണ എല്ലാവർക്കും ഭംഗിയുണ്ട്. എനിക്ക് അങ്ങനെ ഒരു കാറ്റഗറി ആൾക്കാരൊന്നും ഇല്ല. അത് വെറും തെറ്റിദ്ധാരണയാണ്. റീല് കാണുമ്പോൾ ഒരു സംശയത്തിന്റെ രീതിയിൽ ആ സംശയമുള്ളവരൊന്നും സംശയമായിട്ട് വരണ്ട. എല്ലാവർക്കും ഭംഗിയുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പോരെ? പക്ഷേ അടുത്തത് പക്ഷേ അത് ഈ വീഡിയോന്റെ ഇതില് ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും അങ്ങനെ കുറച്ച് എന്താ പറയാ, ഇപ്പൊ ഞാനൊരു 5 പേര് മാസിക വീഡിയോ ചെയ്യുന്ന ഞാൻ പറയാം, ഒരു 5 പേര് ഇങ്ങനെ നടന്നു വരും പെൺപിള്ളേര്. അപ്പൊ അതിൽ ഏറ്റവും ഭംഗിയുള്ള പെണ്ണിന് പൂ കൊടുക്കും, ഏറ്റവും ഭംഗിയുള്ള പെണ്ണിനെ എടുത്ത് കറക്കും. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബിൻഷെ എനിക്ക് 5 പേരും കറക്കണം എന്നാണോ ബിൻഷു പറയുന്നത്? 90 മിനിറ്റിൽ ഞാൻ 90 സെക്കൻഡിൽ ഞാൻ 5 പേരെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. ബിൻഷ ഇതിപ്പോ അങ്ങനെയാണെങ്കിൽ ബിൻഷ ഒരു കാര്യം ചെയ്യണം. സിനിമയില് ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് പാടില്ല എന്നാക്കണം. എന്താ കാര്യം അറിയോ? എന്തിനാ പിന്നിൽ തുള്ളി ഡാൻസ് കളിക്കണേ? ഒരാൾ കളിച്ചാ പോരെ? അങ്ങനെയല്ല, നല്ല ബന്ധമുണ്ട്. സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. ഇപ്പൊ അത് ആരെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ ബിൻഷ 4-5 കൂട്ടുകാരികളും വരുന്നു. ഓക്കെ, എനിക്ക് തോന്നണ് ബിൻഷിന്റെ അടുത്ത് വരാം, ബിൻഷിന്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് ബിൻഷിനെ കൊണ്ട് നടക്കാം. അപ്പൊ ബിൻഷ 5 പേരെയും കൂടി ഒരുമിച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. ആ സമയത്ത് അവരത് പറയണില്ലെങ്കിൽ അവരൊറ്റയ്ക്ക് നടക്കും. ബാക്കിലുള്ളവരോട് എനിക്ക് പറയാൻ വീട്ടിൽ പൊടി എന്ന് പറയാൻ പറ്റുമോ? അല്ലെ വീട്ടിൽ പോ മക്കളെ എന്ന് പറയാൻ പറ്റുമോ? ഒരു ഹേർട്ടുമില്ല. അല്ല, ഞാൻ കാര്യം പറയാം, അടുത്ത കാര്യം പറയട്ടെ. 90 സെക്കൻഡ് കഴിഞ്ഞാൽ മേ ബി ആ റീൽ എടുത്ത് കഴിഞ്ഞ് ഇവരെല്ലാരായിട്ട് സംസാരിച്ച് ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത്. മനസ്സിലായോ? അല്ലാതെ ബിഹൈൻഡ് ദി ക്യാമറ നമ്മൾ കാണുന്നില്ലല്ലോ. That's the difference. ക്ലിയറിങ് ഞാൻ അത് കൊണ്ടാ ക്ലിയർ ചെയ്യണത്. റീലും റിയലും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഫാന്റസിയാണ് റീല്. നമ്മളെപ്പോഴും മനോഹരമായിട്ട് റീൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാ അല്ലേ? ഇപ്പൊ ഞാൻ ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബിൻഷ ചിരിച്ചോണ്ടിരിക്കണ ഒരു ഫോട്ടോ, തുമ്മണ ഒരു ഫോട്ടോ, ബിൻഷ ഏതാ DP ആയിട്ട് ഇടുക? തുമ്മണ ഫോട്ടോ ആരും ഇടില്ലല്ലോ. അതെന്തുകൊണ്ടാ? ക്ലാരിറ്റി കിട്ടൂലല്ലോ. ക്ലാരിറ്റി മാത്രല്ല, അതല്ലേ ആ വ്യത്യാസം വരില്ലേ? അതുപോലെ തന്നെ റീൽ എടുക്കുമ്പോ നമ്മൾ നല്ല മൊമെന്റ്സ് മാത്രമാണ് അതിൽ ആഡ് ചെയ്യാ. നമ്മളെല്ലാ മൊമെന്റ്സ് എടുക്കണം. ഞാൻ പോയി സംസാരിക്കണത്, തിരിച്ചു വരണത്, എല്ലാവരോടും കൈ കൊടുക്കണം, അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ചില വീഡിയോസിൽ ഇടയിൽ പെടും, ആൾക്കാർ വരും കൈ തരും, അപ്പൊ നമ്മൾ അതൊക്കെ ഇടും. കാരണം അത് അതിലാ വഴിക്ക് പൊക്കോട്ടെ. ഞാൻ അതിന് വേണ്ടി അത് കട്ട് ചെയ്ത് കളയണം എന്നൊന്നും, ഞാൻ എഡിറ്റ് ചെയ്യണം ഞാൻ തന്നെയാണ്. എനിക്കറിയാം. നല്ല എഡിറ്റിംഗ് ആണ്. അതെങ്ങനെ അത്രയും റൊമാൻസ് ഇങ്ങനെ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്യുന്നത്? അവിടെയും റൊമാൻസിന് മാത്രം പ്രാധാന്യം കൊടുക്കണുള്ളൂ. ബിൻഷ ഫുള്ള് എല്ലാം അല്ല, ഭയങ്കര നമ്മൾ പ്രാങ്ക് ചെയ്യുമ്പോൾ പോലും അതിലിങ്ങനെ നോട്ടമാണേലും ചിരിക്കലാണേലും ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളൊരു സോങ് കാണുന്ന ഒരു റൊമാൻസ്, ആ ഒരു മിനിറ്റിനുള്ളിൽ 90 സെക്കൻഡിൽ എല്ലാം നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള റൊമാൻസ് അവിടെയുണ്ട്. കണ്ണും ഉള്ള ഒരു നോട്ടമാണേലും. അതെന്താ ബിൻഷ, എനിക്ക് റൊമാൻസ് പാടില്ലേ? ബിൻഷ ഞാൻ എന്ത് ചെയ്താലും കുറ്റമല്ല, ഇത് കുറ്റമായിട്ട് ഞാൻ പറയുന്നതല്ല. ഇല്ലല്ലേ, ഞാൻ തമാശ രീതിയിൽ പറഞ്ഞു. ഒരു കുഴപ്പമില്ല. എഡിറ്റിംഗ് ഭയങ്കര രസമായിട്ടുണ്ട്. അതാ ഞാൻ ചെറുപ്പത്തിലൊക്കെ എന്റെ ഫോട്ടോസ് ഞാൻ തന്നെ ഇട്ട്, ഞാൻ തന്നെ മ്യൂസിക് ഇട്ട്, ഞാൻ തന്നെ സ്റ്റോറി ഇട്ട്, ഞാൻ തന്നെ എൻജോയ് ചെയ്യുന്നതാ. അപ്പൊ അന്ന് തൊട്ടേ എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ ആളുകൾ കണ്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടണം. അപ്പൊ ഞാൻ ഓരോ വീഡിയോ ക്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് എങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിൽ എന്താണ് അതിൽ വേണ്ടത്, അത്
അതിനനുസരിച്ച് ചെയ്ത് അതൊരിക്കലും ഒരു മോശമായിട്ട് ഏയ് ഇല്ലല്ല, ഞാൻ ഭയങ്കര തമാശ ഭംഗിയായിരുന്നു. ആ ചെയ്തിട്ടോ. എഡിറ്റിംഗ് നല്ല രസമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ റൊമാൻസ് ആണല്ലോ മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. മലയാളികൾക്ക് എന്റെ അഭിപ്രായത്തിൽ നല്ലത് കൊടുത്ത മലയാളികൾക്ക് ഇഷ്ടവും. ഏത് നല്ലതും മലയാളികൾ സ്വീകരിക്കും. ഇപ്പൊ ഒരു എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിലും എത്ര വലിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും നല്ലത് അല്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യും, നല്ലതാണെങ്കിൽ അവർ സ്വീകരിക്കും. അപ്പോ ഞാൻ നല്ല റീൽ ചെയ്ത് കഴിഞ്ഞാൽ അവര് അത് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് അവര് എല്ലാം മില്യൺ വ്യൂസ് ആണ് അധികവും കിട്ടുന്നത്. ഇത് കണ്ണുവെക്കല്ലേ ബിൻഷ. ഞാൻ കണ്ണു വെച്ചതല്ല. അല്ല, ഞാൻ ആ വഴിക്കാൻ രക്ഷപ്പെട്ട് പൊക്കോട്ടെ. അതില് മില്യൺ വ്യൂസ് ആണെന്നൊക്കെ പറഞ്ഞ ആളുകളെ പ്രലോഭിപ്പിക്കണം. അല്ല, ഒരു 13 മില്യൺ 10 മില്യൺ 2 മില്യൺ എല്ലാം. അതുകൊണ്ട് ഞാൻ വെച്ചാൽ അങ്ങനെ അത് എഫേർട്ട് ഇട്ട് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു റിസൾട്ട് അല്ലേ. ഇതിപ്പോ ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ എനിക്ക് ഇപ്പൊ ഫുഡ് കൊടുത്ത് ഇപ്പൊ ഞാൻ പേജ് നടത്തുന്നത് പലചരക്ക് കടയായിട്ടല്ല. എനിക്ക് ഫുഡ് കൊടുത്താലൊന്നും നല്ലത്. ഇപ്പൊ ഞാൻ പറയണ്, നീ എന്തെങ്കിലും ബണ്ണ് കഴിക്ക് 200 രൂപ തരാന്ന് പറഞ്ഞാൽ എന്റെ ഇല്ല. ഞാൻ അങ്ങനെ ഒരു ഇതല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ കണ്ടന്റ് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് കണ്ടിട്ട് വേണം ആളുകൾ കൂടാൻ അല്ലെങ്കിൽ അത് ചെയ്യാൻ. അപ്പൊ അതിനുള്ള എഫേർട്ട് നമ്മൾ എന്തായാലും ഇട്ടേ പറ്റൂ. ഇപ്പൊ ഈ ഫുഡ് കൊടുക്കുന്ന വ്ളോഗർമാരൊക്കെ ഉണ്ടല്ലോ, ഞാൻ അതിനെ വലിച്ചിട്ട് അതല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? ഫുഡ് നല്ല വാങ്ങിക്കൊടുക്കുക, കാര്യം, ബിരിയാണി ആളുകള് കഴിക്കട്ടേന്ന്. അങ്ങനെങ്കിലും നാളെ ആൾക്കാർക്ക് ഫുഡ് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. ബിൻഷയ്ക്ക് ഇപ്പൊ ഒരു ജ്യൂസ് കുടിച്ചോ 200 രൂപ ബിൻഷ ഹാപ്പി അല്ലേ, നല്ല കാര്യമാണ്. നിങ്ങള് കൊടുക്കുക, വേറെ ഇനി ഞങ്ങൾക്കും വല്ലപ്പോഴൊക്കെ തരിക. അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതിന് എന്താ അഭിപ്രായം? ഒരുപാട് പേര് നെഗറ്റീവ്സ് ഒരു കുഴപ്പമില്ല. അതൊക്കെ തിന്നാൻ ആൾക്കാർക്ക് കുഴപ്പമില്ല, പൈസ മേടിക്കാൻ കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഷൂട്ട് ചെയ്യണതിന് എന്താ പ്രശ്നം? അതൊക്കെ ഇൻസ്പിറേഷൻ ആവും അല്ലേ. ഇൻസ്പിറേഷനും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ കണ്ടന്റ് അല്ല, നമ്മുടെ കാര്യങ്ങളല്ല. ഞാൻ സന്തോഷവാനാണ്. ഇപ്പൊ എന്റെ ഒരു വലിയ ആഗ്രഹം എന്റെ കൂടെയുള്ള അമ്പാന് ആരെങ്കിലും വല്ല ഫുഡ് കൊണ്ടുവന്ന് കുറച്ച് പൈസ കൊടുക്കണം എന്ന് എന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ ഇവനോട് എപ്പോഴും പറയും, എല്ലാ പേജും ഫോളോ ചെയ്തോളണം. എന്താ കാര്യം? തിന്നണെങ്കിൽ തിന്നട്ടെന്ന്, കിട്ടണമെങ്കിൽ കിട്ടട്ടെ, കിട്ടണമെന്ന് നോക്കാം. എപ്പോഴെങ്കിലും ഒരിക്കലും ഇല്ല. അങ്ങനെ വെറുതെ കൊടുത്ത് ഫോളോവേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സംബന്ധിച്ചല്ലേ, അവരെല്ലാം തിന്നാൻ വേണ്ടി മാത്രം വെക്കും. അങ്ങനെ നമുക്ക് വേണ്ട. നമ്മൾ ചെയ്യുന്ന വർക്കിനോട് അല്ലെങ്കിൽ ആ വീഡിയോസിനോട് താല്പര്യം വരണം. തിന്നാൻ വേണ്ടിയിട്ട് എനിക്കൊരു പേജ് ഫോളോ ചെയ്യണം ഞാൻ ചെയ്യില്ല ഒരിക്കലും. അല്ല, ഇനി ഒരു പ്ലാൻ ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടിയിട്ട് ആരും എന്നെ ഫോളോ ചെയ്യണ്ട. കണ്ടന്റ് മാത്രം പ്രതീക്ഷിച്ച് ഫോളോ ചെയ്താൽ മതി. അത് മുന്നും അങ്ങനെ തന്നെയാണ്. നോ ഗീവേഴ്സ്. എന്തുകൊണ്ടാണ് ആരെ അങ്ങോട്ട് ഫോളോ ചെയ്യാത്ത? ഒരാളെ പോലും, ഒരു മനുഷ്യനെ പോലും ഫോളോയിങ് ലിസ്റ്റിൽ ഇല്ലല്ലോ. ബിൻഷി നിന്നെ ഫോളോ ചെയ്യണം? ആരെങ്കിലും എന്തെങ്കിലും ഫോളോ ചെയ്യണ നിന്നെ? അവര് നമ്മള് ഫോളോ ചെയ്യുമ്പോ തിരിച്ചു ഫോളോ ചെയ്യും. അങ്ങനെയാണ് ബിൻഷയുടെ ഒരു മെന്റാലിറ്റി. അല്ല, ഓരോ രീതി പറയുകയാണെങ്കിൽ അത് ഹേർട്ട് ആവണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് ഫോളോ ചെയ്യും. ഹേർട്ട് ആവണ്ടെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ ഫോളോ ചെയ്യും. ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ ഫോളോ. ആ രണ്ട് രീതിയിലാണ്. എനിക്ക് എല്ലാരും ഇഷ്ടമാണ്. അതായത് എന്റെ ഫോളോവേഴ്സിൽ ഒരു 80-83,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് അവരെല്ലാരും ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒരാളെ മാത്രം ഫോളോ. ഇപ്പൊ ബിൻഷയ്ക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഫോളോവേഴ്സ് 4100 എത്രയോ. ബിൻഷയ്ക്ക് 4000. ബിൻഷ എത്ര പേരെ ഫോളോ ചെയ്യുന്നുണ്ട്? 820. അതെന്താ 4000 പേരെ ഫോളോ ചെയ്യാത്ത? ബാക്കി 3000 പേരെ ഹേർട്ട് ആവില്ലേ? ഒരു ബിറ്റ് കരയാനുള്ള സമയം കൊടുക്കട്ടെ. ഒരു 2 മ്യൂസിക്കും കൂടി ഇട്ട് കൊടുത്തേക്ക് ബാക്ക്ഗ്രൗണ്ടില്. ബിൻഷ ഇതൊന്നും ശരിയല്ല. കാരണം ടു ബി ഹോണസ്റ്റ്, നമ്മൾ ചെയ്യാത്ത കാര്യം നമ്മൾ മറ്റൊരാളോട് ചോദിക്കുന്നത് ശരിയാണോ? പക്ഷെ ഞാൻ ഇത്രയും പേരെ ഫോളോ ചെയ്തിട്ടില്ലേ? ഞാൻ ചോദിക്കണത് 800 പേരെ ഫോളോ ചെയ്തിട്ട് ബാക്കി 3200 പേർക്ക് വിഷമാവില്ലേ? പിന്നെ എന്തുകൊണ്ട് 800 പേരെ? ഞാൻ അറിയാത്ത ആൾക്കാരാണ്. എന്നെ ഇങ്ങോട്ട് 83,000 പേര് എന്റെ അമ്മായിയുടെ മക്കളൊന്നും അല്ല. എന്നെ കണ്ടന്റ് കണ്ട് ഞാൻ ആരാന്ന് പോലും അറിയാതെ എന്നെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഞാനൊരു പോയിന്റ് പറയാം. എന്ന് വെച്ചാൽ എന്റെ കൂടെ പഠിച്ചവര്, എനിക്ക് അടുത്തറിയാവുന്നവര്, അവരൊക്കെ 800 പേരിൽ താഴെയുള്ള അവരൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയാത്ത ആൾക്കാർ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നവരെ ഞാൻ ഫോളോ ചെയ്യും. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഞാൻ എന്റെ ഐഡന്റിറ്റി ഹൈഡ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്റെ മാമന്റെ മക്കളാണെങ്കിലും അമ്മായിയുടെ മക്കളാണെങ്കിലും ഞാൻ അതിൽ ഫോളോ ചെയ്യുന്നില്ല. അവർക്കൊക്കെ വാട്സപ്പ് ഉണ്ട്. ഞാൻ വാട്സപ്പിൽ കൂടെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അത്രയും ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും ഇല്ല. എല്ലാരും ബിസി ലൈഫാ. വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, നമുക്ക് ഇരുന്ന് ഫോളോ ചെയ്ത് സംസാരിക്കാനൊക്കെ വളരെ വ്യക്തം. പക്ഷെ ഞാൻ ചോദിക്കുന്ന 3200 പേർക്ക് വിഷമാവില്ലേ എന്നാണ്. എനിക്ക് അറിയില്ലല്ലോ. 83,000 സംതിങ് ഫോളോവേഴ്സ് എനിക്കുണ്ടെങ്കിൽ അവരൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ അവര് കാരണമാണ് എനിക്ക് ഈ റീച്ച്, ഈ ഫോളോവേഴ്സ്, ഇപ്പൊ ഈ ഇന്റർവ്യൂ അടക്കം അവര് കാരണമാണ്. അതുകൊണ്ട് എനിക്ക് അവര് ഇഷ്ടമില്ല എന്നല്ല എന്റെ അർത്ഥം. ഐ റെസ്പെക്ട് ദം.
ഐ ലവ് ദം. എപ്പോഴും ഈവൻ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. ആൻഡ് അതിലൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. ക്ലിയർ അല്ല. ഫോളോ ചെയ്യുന്നത് എൻ്റെ നിഘണ്ടുവിലില്ല. ഐ ഡോണ്ട് വാണ്ട്